അപ്പൊ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഹാപ്പിയായിട്ട് ട്രിപ്പ് പോയപ്പോ ഞങ്ങൾ മിസ് ചെയ്ത കുറച്ച് സംഭവങ്ങളുണ്ട്. എന്താണ്? ഭക്ഷണങ്ങൾ. അതുകൊണ്ട് അവിടെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കാന്ന് വിചാരിച്ചു. അവിടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. വലിയ കോസ്റ്റ്ലി നല്ലായിരുന്നു വെച്ചാൽ നമ്മൾ നോക്കിയില്ലല്ലോ കോസ്റ്റ്ലി ആണെന്ന് അറിയാൻ വേണ്ടി. നമ്മൾ മേടിച്ചില്ലല്ലോ. നമ്മളിപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മളെ ഈറ്റിംഗ് ചാലഞ്ച്. അതും ഒരു തായ്ലാൻഡ് വൈബ്സ്. നമ്മൾ ഇന്ന് ഈറ്റിംഗ് ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. വലിയ പിസ്സയും വലിയ ബിരിയാണി. വലിയ ബിരിയാണി ബക്കറ്റ് ബിരിയാണി. ശരി, അപ്പൊ ആരൊക്കെയാണ് എന്തൊക്കെയാണ് കഴിക്കുന്നുള്ളൊരു ഇതുണ്ടോ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പിസ്സ കഴിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അഭിപ്രായത്തിൽ ഞാൻ എല്ലാം കഴിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നിനക്ക് പൊതിഞ്ഞ് വീട്ടിൽ തന്നേക്കും. നീ പോയിട്ട് ഇവൻ ഇതെല്ലാം കൊടുക്കാം, അവന്റെ ജ്യൂസ് മാത്രം കൊടുത്തു. ജ്യൂസ് ഇല്ല. അയ്യോ, അപ്പൊ ഇന്ന് അബിന്റെ ഫണ്ടില്ല. അബിന്റെ 2 മില്യൺ ഫണ്ടല്ലേ പോയി. ജ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്കോർ ചെയ്യും. ജ്യൂസിലെന്ന് പറഞ്ഞിട്ട് ഡ്രൈ ആയിട്ട് വിടാറ്. അതെ, ഇതൊന്നും അവസാനം പിസ്സ ഇങ്ങനെ വരരുത് മുകളിലോട്ട്. നോക്കിക്കോ. അവസാനം ഞാൻ കാര്യം പറ്റാ എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ 2 പുഴുങ്ങി മുട്ടെടുത്ത് തള്ളിക്കോ. തൊണ്ടയിലിരിക്കും വരാതെ. ന്യൂ ഷൂസ് ആണ്. നമുക്ക് കഴിച്ചാല് ഡയലോഗ് ഇച്ചിരി കൂടുതലാണ്. ഇത് റൂൾസ് വല്ലതും ഉണ്ടോ? കഴിച്ചു തീർക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് 2 ഭക്ഷണമുള്ള സ്ഥിതിക്ക് 2 ആയിട്ട് പിരിഞ്ഞാലോ? ഞാൻ അഭിനും എന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഇൻഡിവിജ്വൽ എത്ര ഇൻഡിവിജ്വൽ ഇന്ത്യ വരെ പറ്റുന്ന പറയാം. ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാരും കഴിക്കണം. എല്ലാവർക്കും ഷെയർ ചെയ്ത്. പക്ഷെ ശരി, ഓക്കെ. എടാ അങ്ങനെ വെച്ചാൽ എങ്ങനെ ശരിയാ? അതങ്ങനെ മനസ്സിലാവും. ഏറ്റവും ഇത് ഒരു ഫ്ലേവർ 4 പീസ് ഉണ്ട്. അത് നൈസല്ലേ? ഞാൻ പറയാൻ നൈസല്ലേ? ഇല്ല ഇൻഡിവിജ്വൽ. അപ്പൊ ആദ്യം പിസ്സ തുടങ്ങാനാ? ആദ്യം കഴിച്ചിരുന്നവര് എന്ത് ചെയ്യും? ആദ്യം നീ കഴിച്ച് തീർക്കത്ര. ആദ്യം കഴിച്ച് തീർക്കുന്നവരാണ് ഈ ബക്കറ്റ്. ബക്കറ്റ് കഴിക്കുക മാത്രമല്ല, ബക്കറ്റ് ഇവർക്ക് സ്വന്തമാക്കി കഴിക്കാം. അതിനോടെ ഇതും നമുക്ക് കിട്ടുന്നതായിരിക്കും. കോരി കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്ട്സ് ആണ് ഞങ്ങളുടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതിന് 4 ഫ്ലേവർ ഉണ്ട്, 4 പീസ് ഉണ്ട് ഓരോ ഫ്ലേവർ. അപ്പൊ നമുക്ക് ബേസിക്കലി 4 പീസ്. ഞാൻ ഒരു 4 ഫ്ലേവർ 4 പേർ വേണം. മടുക്ക് അല്ല, ഓരോ ഫ്ലേവർ എല്ലാവർക്കും എല്ലാം കഴിക്കാം. നമ്മൾ ഈക്വൽ ആയിട്ട് ചിന്തിക്കണം. ശരി അനിമോൾ. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ചെറിയൊരു പീസ് പിസ്സ എടു. അപ്പൊ ചെറുത് നീളമുണ്ട്. താളം തുള്ളുമ്പോൾ സൈമൺ റോൾ. പെട്ടെന്ന് തൊണ്ടലിരിക്കുന്നു. സംസാരിക്കാൻ പറ്റില്ല. നീ സംസാരിക്കാതെ തിന്നാ നീ ആരുടെ ടീം? നീ ഇൻഡിവിജ്വൽ ടീമാ? എല്ലാരും ഇൻഡിവിജ്വൽ ടീമിൽ നീ ഒറ്റ. അപ്പൊ നീ സംസാരിക്കും. സംസാരിക്കാൻ പറ്റുന്നില്ല നിനക്ക്? ചെറുക്കുന്ന പല ചിലര് ഒരു ഭാഗം നമ്മള് നോർമൽ പിസ്സ കഴിക്കുന്നവര് അതിന്റെ 3 ഇരട്ടി സൈസും അതിനേക്കാൾ 1 ഇരട്ടി കട്ടി കൂടെ ഉണ്ട്. വലിയ പിസ്സ. ഇതൊക്കെ പൊള്ളിച്ചില്ലേ? ഒരു സമയം പോട്ടെ, എല്ലാവരും പിടിച്ചിടി. അഭിനെ തൊണ്ടിരിക്കുന്നു. എന്താ ചെയ്? തലയിലടി. ഇപ്പൊ ആനക്ക് എന്താ മിസ്സായി? ആന എന്തെക്കാള് ഫാസ്റ്റ്. ഇനി രണ്ടാമത്തെ അഭിയത് ഒന്നാമത്തെ നിന്റെ ബാക്കിൽ ഞാൻ ഉണ്ടബി. രണ്ടാമതാ വെള്ളം കുടി. 2 രൂപയുടെ അഭിനയിപ്പ് കഴിച്ചു. അത്രോളാ നീ. ഞാൻ കിട്ടുന്നതാണ് തമ്മിലുള്ള പോരാട്ടമാണ് ഈ വീഡിയോ. നിങ്ങൾ ഫുള്ള് കഴിക്കണമെന്നല്ലേ മച്ചു? പിന്നെ ഫുൾ പിസ്സ തിന്നണം. ഇതൊന്നും പറ്റുന്നില്ല. ഇതെന്താ ഇത്? ഫുൾ പിസ്സ കഴിക്കണം. പല്ല് കൊണ്ടുപോകും. തീരുമ്പോ ഫിനിഷ് ആയിരിക്കും. കൊത്തി വിടാതെ ഒരു മൊത്തം പിസ്സ അവിടെ ഇരിക്കണെങ്കിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം.
ഭയങ്കര പാട് തിന്നാൻ. ഭയങ്കര കട്ടി. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? സിനിമയൊന്നും കാണിക്കോ? കൊണ്ട് അത് കയ്യിലുണ്ട്. എന്താണ് ഈ കൊച്ചു കേരളം നടക്കണം? അമ്മനെ കൊണ്ട് തിന്നാൻ പറ്റുന്നില്ല. ഈ ചലഞ്ച് എടുക്കുന്നതിന് മുന്നേ ഒരു ഷെയ്ക്ക് ഒരു സാൻഡ്വിച്ചും കഴിച്ചു. ചുമ്മാ ഇത് എടുത്തോണ്ട് കഴിക്കുന്നത്. അപ്പൊ തന്നെ ഇത് കണ്ടാ ഞങ്ങൾ ഇന്ന് വേറെ വൈബ്. This is brilliant. Brilliant. ഇപ്പൊ എല്ലാം ഇതിലേത് ഫ്ലേവർ കൊള്ളാം അടുത്തെടുക്കാൻ. ഫസ്റ്റ് തന്നെ വേണം. ഞാൻ പറയാം. ഇത് സൂപ്പർ ആയിരുന്നു. രണ്ടാമത്തെ നടക്കണില്ല. മണ്ടരിങ്ങനെ ചുരുക്കി വെച്ചിരിക്കുന്നു. എന്റെ മനസ്സ് പറഞ്ഞു ഇവർ രണ്ടിന് നിൽക്കും, ഞാൻ മൂന്നിന് നിൽക്കും. 10-15 പോകുമായിരിക്കും. ഈ ബിരിയാണി നോക്ക്, ഇത് തീർത്തിട്ട് നിങ്ങളെല്ലാം തോറ്റതിന് ശേഷം ഈ ബക്കറ്റ് എടുത്തിട്ട് പുറത്തൊരു വരവ് വഴിക്ക് കൈതിൽ കാത്തു നിന്നുമ്പോൾ ഒരു തിന്നുണ്ട്. നോക്കിയോ തിന്നുണ്ടെന്ന്. തിന്നു. അങ്ങനെ ഒരു സൗണ്ട്. എന്താ അങ്ങനെ ഒരു സൗണ്ട് കേട്ടു? ആ പൂജി കുത്തി കയറിയത് ഞാൻ രണ്ടെണ്ണം ഫിനിഷ് ചെയ്തേ. മൂന്നാമത്തെ മറ്റേ ഫ്ലേവർ സത്യം പറഞ്ഞാലേ പിസ്സ ഭയങ്കര കട്ടി, കഴിക്കാൻ കുറച്ച് പാട്. മുന്നത്തെ പോലെ കപ്പാസിറ്റി ഇല്ല. മുന്നേ എനിക്ക് പിന്നെ 4-5 തിന്നാനുള്ളത് ഉണ്ടായത്. മുന്നത്തെ വീഡിയോ നോക്കട്ടെ. കുറച്ച് മുക്ക എല്ലാരും ഒരു മുക്ക് മതിലത്ത്. അപ്പൊ മനസ്സിലിപ്പോ എന്താ മൈൻഡ് ഒരു സെറ്റ് ചെയ്യണം, പടം കഴിക്കണം. എന്റെ കോച്ച് പറഞ്ഞ ഇന്നോട്ട് പക്ക ഡയറ്റ് കോച്ച്, നാളത്തെ ഒരു ഡയറ്റ്. ഒരു കാര്യം പറയട്ടാ, ഒരു കാര്യം പറയാവുള്ളൂ, ഈ ചലഞ്ച് എടുക്കുന്നതിന് മുന്നേ അറിയാത്തില്ല. ഞാനും കഴിച്ച് ഡിപ്രഷൻ അടിക്കുന്നത്. തിന്നാൻ പറ്റില്ല. കമോൺട്രാ അഭിനയ തിന്നടാ അഭി. എനിക്കിനി 2 ഉണ്ട്. ജിത്തു ബ്രോ ജഗ്ഗിന്റെ ഇടയിൽ പൊളിച്ചാച്ച് ഇത് തിന്നുന്നില്ലെങ്കിൽ എന്റെ പീസ് തരട്ടാ. ഇതിനേക്കാൾ എത്ര ടേസ്റ്റ് ആയിരുന്ന ബിരിയാണി. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കൊള്ളായിരുന്നു. ഇത് കഴിച്ചതിന് ശേഷം വേറെ നിറഞ്ഞ്. ബിരിയാണി ആണോ? ഒരെണ്ണം കഴിച്ചിട്ട് കഴിക്കാം. പിന്നെ 4 ആയില്ലേ? 3 ആയി. ഇതൊന്നും നമ്മൾ നിർത്തിയാ എന്താവും? തോക്കും. നിർത്തി 3 ദിവസം പട്ടിണി. ഇത് തോക്കണ ആൾക്ക് പനിഷ്മെന്റ് എന്തോന്ന്? ആ ബിരിയാണി കഴിക്കണം. ഇതേ തിന്നാൻ പറ്റാതെയാണ് ഇട്ടത്. അയാളെ മുട്ട തിന്നാ. ബിരിയാണിയിലെ മുട്ട ഇതെങ്ങനെയാ കഴിക്കണം? പെർഫെക്റ്റ് ബൈറ്റ് ഷവർമ. ഇങ്ങനെ തന്ന അവരെല്ലാം എങ്ങനെ കഴിക്കും? പിന്നെ എങ്ങനെ തരാൻ? എവിടെ പോണം? അപ്പൊ തുപ്പി $5 അഭിനയം എല്ലാം തുടച്ചേക്കാതെ എവിടെ. ഞാൻ 3 എണ്ണത്തിൽ മതിയാക്കുന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനി അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ലിക്വിഡ് ഷവർ ഒക്കെ കാണും ലാസ്റ്റ്. ലിക്വിഡ് ഷോ ഒക്കെ കാണും ലാസ്റ്റ്. ഞാൻ 2 കഴിച്ചു. അപ്പൊ ഈ കളിയിൽ ജിത്തുജൻ ജയിച്ചിരിക്കും. അതെന്നറിയാമോ? ജിത്തുജൻ വലിയ ആയതുകൊണ്ട് മറ്റേ വലുത് 4 എണ്ണം കഴിച്ച്, ഞാൻ ഇവരെ കളിച്ചിട്ട് ചെറുതായിട്ട് 3 എണ്ണം കഴിച്ചു. ഞാൻ ഇങ്ങനെ ഇറക്കി വിട്ടൊരു കാര്യം ഇവിടെ ഒരു പിസ്സ, ഒരു പിസ്സ. അപ്പൊ നിനക്ക് നല്ല അപ്പൊ നിനക്ക് പിസ്സ തിന്നുമ്പോ നല്ലോണം ഉപ്പരസം എടുക്കുന്നുണ്ടാ. അതെന്നറിയാം, നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓവർ ലൈറ്റ് എല്ലാം വെച്ച് വേർതിരിക്കുന്നുണ്ട്.
ഞാൻ നിർത്തി. അതെന്നറിയാം, മൂക്കുന്ന വെള്ളം അറിയാം. ഞങ്ങളെ കനാൽ പോയി. ആ ഇതിലും ചിത്തൂച്ചാൻ ജയിച്ച്. അടുത്ത് ബിരിയാണി ഈറ്റി ഇത് എന്തിനാണ് നമ്മള് ഇനിയുണ്ട് ഒരു ബക്കറ്റ് ബിരിയാണി. നമ്മൾ അങ്ങനെ പിസ്സ എല്ലാം തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ബിരിയാണിയിലോട്ട് കിടക്കാം. ഏക് തേരാ ദേഖ് തേരാ യു തേരാ ആദ്യം മുട്ട നമുക്ക് തിന്നാം. സ്പൂൺ എടുക്കാൻ പോയിട്ടുണ്ട്. ആ മതി മതിയേ. ഇനി ചിക്കൻ വേണ്ട. നിനക്ക് എല്ലാവർക്കും ഉണ്ട്. നിനക്ക് വലിയ പീസ് അല്ലേ കിട്ടി? ആ ചെറിയ എനിക്ക് നിനക്ക് 2 മുട്ട കൂടെ പോയി. അപ്പൊ ഗൈസ് ബിരിയാണി എല്ലാം വിളമ്പിട്ടുണ്ട്. ബിരിയാണി വിളമ്പിയിട്ടില്ല. സാലഡ് എടുക്ക്. സാലഡ് ശർക്കര കേസരി. അവിടെ പഠിക്കാനുണ്ട്. തിരിച്ചിങ്ങോട്ട് തരരുത്. ഞാൻ സഹായിക്കാം ഒരു ബോളാക്കാൻ. നിങ്ങളൊരു കൺകുളിർക്കാനുള്ള കാഴ്ചയാണ് കാണാൻ പോകുന്നത്. നിങ്ങളിത് കാണുക. പറ്റൂല, വായിക്കാത്ത പോവൂല. ഇങ്ങനെ വച്ചിട്ട് തല ഇങ്ങനെ പിടിച്ചിട്ട് പകുതി വെളിയിലൊന്ന് നമുക്ക് കഴിക്കാം. ഇനി അത് തന്നെ വായിലിടാൻ കൂടി ഇനിയും. നല്ല പുള്ളും കേട്ടോ ബിരിയാണി. നല്ല ബിരിയാണി കേട്ടോ. വന്നിരുന്നു. അമ്മ ഉണ്ട് അങ്ങിങ് നോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പന്തി ഇട്. ഞാൻ ഒരു മുട്ടയുടെ പകുതി പോലെ എന്റെ വായിലിറങ്ങില്ല. ബിരിയാണി തീർത്തായി. കുടിക്കാൻ അത് കുടിക്കാൻ. ആ ജിത്തു ഞാൻ നേരത്തെ ഒരു വലിയ ഉരുണ്ട പിടിച്ചിട്ടേ അതിന്ന് വന്നതും വായിക്കാത്തിന് എല്ലായിടത്തും വന്നതുമാണ്. 2ാമത്തെ ട്രിപ്പ് പോവാം. മുട്ട കുറച്ചൊരു ചുമ്മാരി വായിൽ. അപ്പൊ ഞാൻ ഉണ്ടായിരിക്കാം. കുറച്ച് മുട്ട തന്നെ. ഇവിടെ മത്സരം ഞങ്ങൾ തമ്മിലല്ല. വാശി സത്യം പറഞ്ഞ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. പറ്റുന്നില്ല. ആ പിസയെ ടാസ്ക് ആയിരുന്നു. ഇത് പോണില്ല. ഇവരെങ്ങനെ നിന്നു? ആ നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യാം. അപ്പോഴാണോ നഷ്ടക്ക് വലിയ ഫണ്ണായി പോയി. അവിടെ നോക്കാം. ആ തീർന്നു. അവ തീർന്നോ? ഇവിടെ വേണമെന്ന് 2 പേർക്ക് നീ മുട്ട ചിക്കൻ ഒക്കെ ഉണ്ട് ബാക്കി. മുട്ട ഉണ്ട്. അവനും അത് തീർന്നു. കണ്ടു പറ്റ് നിന്നെ കൊണ്ട് പറ്റും. ഡിന്നർ ചിക്കൻ ഡിന്നർ. അപ്പൊ ഇതാണ് ഇന്നത്തെ ചലഞ്ച്. ചലഞ്ച് വെച്ചിട്ടുണ്ടോ? രണ്ടിന് വെറുതെ ഇരിക്കുന്നു. ഗൈസ് ഞങ്ങളാണെങ്കിൽ ഡയറ്റിലാണ്. ഇന്ന് മൂക്കിലൂടെയൊക്കെ വരുന്നു. മുട്ട ചാട് രണ്ടോട്ട് ചാട്. ആ എനിക്ക് കുറച്ചുകൂടെ ദഹിച്ചത്. ആ ലാസ്റ്റത്തെ ഇത് എല്ലാം കൂടെ കൂട്ടി ഒരിത് കൈ മോണിക്ക ഡാൻസ് കളിക്കണം. പറ്റുമാ? പറ്റും. വെള്ളമൊക്കെ കുടിച്ച് ഇറക്കി സെറ്റാക്കും. ഇവിടെ നെഞ്ചുവേദനയുടെ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ അങ്ങനെ പോയിട്ട് എത്തി. സ്ഥലമുണ്ട് ഒരു പൊടിച്ച്
ഇനി നാളെ 3 നേരം ഭക്ഷണം വേണ്ടല്ലോ. ഞാൻ പോയിട്ട് പെട്ടിട്ട് വരാം. ചലഞ്ചിൽ ജയിച്ചിരിക്കുന്നത് ഞങ്ങളാണ്. ചലഞ്ച് എന്താണെന്നറിയാമോ? ഇവിടെ നിന്ന് എണീക്കാൻ പാടില്ല. ചലഞ്ചിൽ ഫസ്റ്റ് പിസ കഴിച്ചതില് ജിത്തോച്ചാൻ ജയിച്ച്, ബിരിയാണി കഴിച്ചതില് അതും ജയിച്ചു. ഇതെന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതുകൂടെ നീ പറ. നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഗൈസ്. അപ്പൊ ഗൈസ് ഇതില് ജിത്തോച്ചാൻ അഭിനയം നല്ല രീതിയിൽ പോരാടി, നല്ല തോറ്റില്ല. നല്ല രീതിയിൽ അവര് പരിശ്രമിച്ച് വിജയിക്കുവാനായി. അപ്പൊ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാനാണ് മുന്നത്തേലും തോറ്റ്, ഇതിലും തോറ്റ്. ഞാനില്ലേ ആ സമയത്ത് കുറച്ചുകൂടി കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ വേറെ ഷവറൊക്കെ കാണുകയായിരുന്നു. ജീവനോടുണ്ടോ അവിടെ? എന്ത് ബ്രോ, ഓക്കെ അല്ലേ? നീ കേറ്. കുറച്ച് കേസരി കൂടെ ഇട്. അപ്പൊ ഗൈസ് ഇവിടെ ഇത്ര ഉള്ളു. ജിത്തോച്ചാൻ ഹോസ്പിറ്റലൈസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.